യഥാർത്ഥത്തിൽ ഈ നിലമ്പൂരിൽ വളരെ ഫ്രഷായിട്ട് വളരെ പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പറയുന്ന തരത്തിലുള്ള PV അൻവർ എന്ന് പറയുന്ന പാർട്ടിക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ കൂടെ സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നേതാവ് വന്നിട്ട് 9 കൊല്ലം ഇവിടെ MLA ആയിരുന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തേത്, ഈ പറയുന്നത് പോലെ LDF UDF എന്ന കാര്യത്തിന് മാറിയിട്ടൊരു മൂന്നാം കക്ഷി കൂടെ വിചിത്രമായ തോതിൽ വന്നിരിക്കുന്നതിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത് കണക്ക് കൂട്ടലുകളെ അപ്രസക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ പ്രസാദ് പറഞ്ഞു തുടങ്ങിയതുപോലെ, നമുക്ക് ആസിഫിനോട് കൂടെ ചോദിക്കാം, പ്രസാദ് പറഞ്ഞു തുടങ്ങിയതുപോലെ UDF മേൽക്കൈ എന്ന് കാണുന്ന ആളാണ് ഞാനും. UDF തന്നെ വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. ഒരു പക്ഷേ നാളെയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം മാറുമെന്ന് നോക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF എങ്ങനെയൊക്കെ വിജയിച്ച് പോകാനാണ് സാധ്യത. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ട് LDF സ്വരാജ് ഒരു പുതിയ വോട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കിയിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രത്യേക വോട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് LDF വിജയിച്ചാൽ, കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുകൂടെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്.